കൊച്ചിയിലെ എന്റെ ഫേവറേറ്റ് വെജ് റെസ്റ്റോറന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ഡൗട്ടും ഇല്ലാതെ പറയാൻ പോകുന്ന സ്പോട്ടാണ് ബൃന്ദാവൻ. ഇടയ്ക്കിടയ്ക്ക് അവിടെ കയറി ഒരു പൊടി മസാല ദോശയും നെയ് റോസ്റ്റും ഒക്കെ ഞാൻ സ്ഥിരമായിട്ട് കഴിക്കാറുള്ളതാണ്. അപ്പൊ അവര് കൊച്ചിയിൽ പുതിയൊരു ഔട്ട്ലെറ്റ് തുറന്നാൽ പിന്നെ വിസിറ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? യെസ് ഗൈസ്, ഇതാണ് ബൃന്ദാവന്റെ കൊച്ചിയിലെ എടപ്പള്ളി തുടങ്ങിയ പുതിയ ബ്രാഞ്ച്. എന്റെ മോനെ സീന് റെസ്റ്റോറന്റ്, 2 നിലയിലൊക്കെ ആയിട്ട് ഒരു പ്രീമിയം ടൈപ്പ് റെസ്റ്റോറന്റ് ആയിട്ടാണ് കേട്ടോ ഇവരിവിടെ ഓപ്പൺ ചെയ്തേക്കുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയത് ഇവിടുത്തെ ഒരു ഹ്യൂജ് ഡൈനിങ് സ്പേസും പിന്നെ ഒരു 19 കാറെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കിംഗ് സ്പേസും ആണ്. പിന്നെ ഇന്റീരിയറിന്റെ ആംബിയൻസിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല. ഒരു 5 സ്റ്റാർ ലെവൽ ഫീലിംഗ്സ് തന്നെയാണ് കേട്ടോ ഇതിനുള്ളിൽ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ കിഡ്സ് പ്ലേ ഏരിയ, വെയിറ്റിംഗ് ലോഞ്ച്, പ്രൈവറ്റ് ഡൈനിങ് ഏരിയ, അങ്ങനെ പലതരം അമ്യൂണിറ്റീസ് വേറെയുണ്ട്. നിങ്ങൾക്ക് ഒരു ബിസിനസ് മീറ്റിംഗ് ഒക്കെ ബന്ധപ്പെട്ട ഒരു ഡിന്നറോ ലഞ്ചോ ഒക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രൈവറ്റ് ഡൈനിങ് ഏരിയ സ്യൂട്ടബിൾ ഓപ്ഷൻ തന്നെയായിരിക്കും കേട്ടോ. പിന്നെ ഈ കിഡ്സ് പ്ലേ ഏരിയ ഉള്ളതിനെ കൊണ്ട് കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിലിട്ട് നമുക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ട് ഫുഡും കഴിക്കാം. പിന്നെ ഇവിടുത്തെ ഫുഡിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, കാരണം ഇതെന്റെ ഓൾറെഡി എന്റെ ഒരു ഫേവറേറ്റ് വെജ് റെസ്റ്റോറന്റ് ആണ് കൊച്ചിയിൽ. എന്തായാലും നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു പൊടി മസാല ദോശ നിങ്ങൾ എന്തായാലും കഴിച്ചു നോക്കി, അതൊരു മസ്റ്റ് ഐറ്റം തന്നെയാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് തയ്യാറിങ്ങിയ ഇവിടെ നല്ല അടിപൊളി സ്വീറ്റ്സ് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അതും കഴിഞ്ഞ് ഒരു വെയിറ്റിംഗ് ലോഞ്ചിൽ ഇരുന്ന് 2 ഫോട്ടോസും കൂടി എടുത്ത സെറ്റ്, കാരണം അത്രക്കും അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ആണ് ഇവരിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ സ്പോട്ടിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്ന നമ്മുടെ എടപ്പള്ളി കഴിഞ്ഞ് കുറച്ച് പോകുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ടാണ്. സോ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കിയോ, നഷ്ടാവില്ല. അപ്പൊ ഇങ്ങനെ നല്ല അടിപൊളി വീഡിയോസിനെ നമ്മുടെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്ക്. ഓക്കെ, ബൈ.